മ്യാൻമറിലേക്ക് വ്യാജ ജോലി ഓഫർ നൽകി കൊണ്ടുപോയ 283 ഇന്ത്യക്കാരെ തായ്ലൻഡ് മ്യാൻമർ ബോർഡറിൽ നിന്ന് രക്ഷപ്പെടുത്തി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തിച്ചു. രക്ഷപ്പെടുത്തിയവരിൽ ഗോവക്കാരും ഉണ്ടായിരുന്നു. ഇനിയും 200ഓളം ഇന്ത്യക്കാർ തായ്ലൻഡ് മ്യാൻമർ ബോർഡറിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവരാനായി ക്ലിയറൻസിനായി കാത്തിരിക്കുന്നതായി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ വക്താവായ രൺബീർ ജയ്സ്വാൾ പറഞ്ഞു. മാസൽ KTC ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള മാസൽ മത്സ്യ മാർക്കറ്റിലെ അഴുക്കുചാലിൽ നിന്ന് മലിനജലം ഒഴുകിയെത്തുന്നത് മൂലം ദുർഗന്ധം വമിക്കുന്നുവെന്നും ഉപഭോക്താക്കൾ മാർക്കറ്റിൽ വരാൻ മടിക്കുന്നതായും കച്ചവടക്കാർ പരാതിപ്പെട്ടു. കുങ്കോളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിസ്റ്റിലറിക്ക് സിനമൺ രുചിയുള്ള വിസ്കി വിറ്റതിന് 50,000 രൂപ പിഴ ചുമത്തി. ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ഇൻസ്പെക്ടർമാർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻസ് പ്രകാരം അനുശാസിക്കുന്ന വിസ്കി നിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തി. ഗുണനിലവാരമില്ലാത്ത ശർക്കര വിറ്റതിനും സിന്തറ്റിക് ഫുഡ് കളറുകൾ ഉപയോഗിച്ചതിനും 7 വ്യാപാരികൾക്ക് 3,000 രൂപ വീതം പിഴ ചുമത്തി. ഓൾഡ് ഗോവ പോലീസ് തിങ്കളാഴ്ച നടത്തിയ കർശന വാടക പരിശോധനയിൽ 512 വാടകക്കാരെ പരിശോധിച്ചതായും ഇതിൽ 5 പേരെ അറസ്റ്റ് ചെയ്തതായും 5 പേരെ അപരിചിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കർമാലി റെയിൽവേ സ്റ്റേഷൻ, കൊർലീം, ഓൾഡ് ഗോവ എന്നിവിടങ്ങളിൽ നടത്തിയ ഈ ഡ്രൈവ് ഓൾഡ് ഗോവ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിർമ്മാണ സ്ഥലങ്ങൾ, ലേബർ കോളനികൾ, ബസ് സ്റ്റോപ്പുകൾ, ഓൾഡ് ഗോവയിലെയും കൊർലീമിലെയും മാർക്കറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ നടത്തിയത്. ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ നയിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ വൻ വിജയമാണ് കൈവരിക്കുന്നത്. ഓരോ പരിപാടിയിലും രോഗികളുടെ പങ്കാളിത്തത്തിൽ റെക്കോർഡുകൾ ഭേദിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിവിധ നിയോജക മണ്ഡലങ്ങളിലായി ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. സിയോളിം, കലങ്കുത്ത്, നുവേം, മായേം, കൊറ്റോറിം, കുർച്ചോറിം, ഷിരോഴ, മൊർമുഗാവ് എന്നിവിടങ്ങളിൽ ഇതുവരെ 8 വിജയകരമായ ക്യാമ്പുകൾ നടന്നു. KPMനടുത്ത പെറോഡയിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സെറോളിംഗ് ഡാമിൽ നിന്ന് മർമഗോവയിലേക്കും സാൽസെറ്റിലേക്കുമുള്ള വെള്ളത്തിന്റെ മെയിൻ പൈപ്പ് ലൈൻ പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം നഷ്ടമായി. മണിക്കൂറുകൾ എടുത്ത് താൽക്കാലികമായി ലീക്ക് തടഞ്ഞുവെങ്കിലും വാട്ടർ സപ്ലൈ സാധാരണഗതിയിലെത്താൻ ദിവസങ്ങൾ എടുക്കാമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.